മീറ്റർ ഉള്ളൂ. സാറ് പറഞ്ഞല്ലോ നമുക്ക് CID മൂസ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെന്നത് അഭിപ്രായപ്പെട്ടുണ്ടെന്നുള്ളത്. അപ്പം സിനിമയിൽ ഇങ്ങനെ ഒരു കച്ചവട സിനിമ, അവാർഡ് സിനിമ എന്ന രീതിയിൽ തരംതിരിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഉണ്ടോ? നമുക്ക് ഇപ്പം ഇല്ല. നമ്മളൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ അറിവില്ലായ്മയുടെ ഒരു ഇതായിരിക്കും അത്. നമ്മളെപ്പോഴും അങ്ങനെ തോന്നുന്നില്ല. നമ്മൾ കുറച്ച് ക്ലാസ് ആയിട്ടുള്ള വലിയ മൂല്യങ്ങളുള്ള അങ്ങനത്തെ വിഷയം കൈകാര്യം ചെയ്യാതെ നമ്മൾ അത്യാവശ്യം രസിപ്പിക്കുന്ന സിനിമകളെ നമ്മൾ തന്നെ തോന്നും. ശരിക്കും രണ്ടും കൂടെ നടക്കുന്നതാണ് നല്ലത്. ഓടുകയും വേണം, നല്ല സിനിമയും കൂടെ ആകുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ ഓടിക്കുക, കാശ് കിട്ടുക, പോലീസ് സേഫാക്കുക, ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് ഭംഗിയൊക്കെ വരുത്താൻ നോക്കും, അത്രയേ ഉള്ളൂ. ഉള്ളിനുള്ളിൽ നമുക്കൊരു അവകാശബോധം ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനൊരു വിചാരിച്ചൊരു ഭയങ്കരമായ ആ രീതിയിലൊരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എൻ്റെ രസം ഞാനെപ്പോഴും എൻ്റർടൈനർ സിനിമയുടെ ഭാഗമാണ്. അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യം. ഇപ്പോൾ സൈക്കിളിൽ പറഞ്ഞ സിനിമ ആളുകൾ കണ്ടിട്ട് നിരൂപണ പ്രശ്നം സന്ദേശം കൊടുത്ത സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് സന്ദേശം കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുക അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ. കാരണം അങ്ങനെ ഒരു സ്കൂളിൽ നിന്നാണ് ഞാൻ വന്നത്. ഇപ്പോൾ സാറിൻ്റെ സിനിമകളിൽ എപ്പോഴും നമുക്ക് ഹ്യൂമർ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. അത് എപ്പോഴും നമുക്ക് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറയുമ്പോൾ എവർഗ്രീൻ എന്നാണ് സാധാരണ ഇപ്പം വിശേഷിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് തമ്പനിയിലാണെങ്കിൽ പോലെ എവർഗ്രീൻ കോമഡീസ് അങ്ങനെയൊക്കെയാണ് നമുക്ക് യൂട്യൂബിൽ കാണാം. കാരണം അത് എത്ര വർഷമായിരുന്നു. ഇപ്പോൾ CID മൂസ എന്ന് പറഞ്ഞാലും എത്ര 20 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കത് ഇപ്പം കാണുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ്സോടുകൂടി കാണാൻ പറ്റും. അപ്പം അതുപോലെ തന്നെ സാർ ഇപ്പം പറഞ്ഞ പോലെ തോൽവി FC ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അപ്പം അഭിനയത്തിലും സാറിന് അതപ്പം ഒത്തിരി നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് അറിയുന്ന അമ്മാവനോ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, ആ ഒരു രീതിയിലാണ് നമുക്ക് അതിനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. അപ്പോൾ സാറിന് ഈ ഹ്യൂമർ അഭിനയത്തിലും ഡയറക്ഷനിലും സാറിന് ഈ ഹ്യൂമർ എവിടെ നിന്നാണ്? സാറിൻ്റെ ചുറ്റുപാടുന്ന ജീവിത അനുഭവങ്ങളാണോ അല്ലെങ്കിൽ സാറിൻ്റെ എഴുത്തിലൂടെയാണ് സാർ അതിനെ നമ്മുടെ ചെറിയ സിനിമയിലോട്ട് സാർ കൊണ്ടുവരുന്നത്? നമ്മളിപ്പോൾ കുഞ്ഞുനാളിലാണെങ്കിൽ നമ്മൾ സിനിമകൾ കാണുമ്പോൾ തമാശകൾ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുമായിരുന്നു. ഇപ്പം അന്ന് നസീർ സാറാണ് നമ്മുടെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഫാസ് സാറിൻ്റെ, ബഹദൂർ സാറിൻ്റെ, അന്ന് കുഞ്ഞുനാളിൽ പട്ടണപ്പെട്ട SP പിള്ള സാറ്, ഇവരെ കാണുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ചിരിക്കും. പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിലും ഒരുപാട് തമാശ പറയുന്നവരും, ഇപ്പം എൻ്റെ അപ്പനും അമ്മയും നന്നായിട്ട് തമാശ പറയുന്നവരായിരുന്നു. എൻ്റെ പരിചയമുള്ള ആളുകൾ ഒരുപാട് പേര് തമാശ പറയാത്തവർ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ നമ്മൾ ചില പള്ളിയിൽ ഇപ്പോൾ നമ്മൾ പ്രസംഗത്തിന് ഒരു ഊരാടുകളുടെ ഒരു പ്രസംഗം അവരെ ധ്യാനിപ്പിക്കുന്നു എന്നാൽ അച്ഛന്മാർ എത്ര നല്ലതായിട്ട് തമാശ പറയുന്നവരുണ്ട്. ആ തമാശ ഇടയ്ക്കെങ്കിലും ഒരെണ്ണം വരണം. അപ്പോൾ ഒരു രസമുണ്ട്, ഒന്ന് ചിരിച്ചൊക്കെ ആ ഒരു. പിന്നെ എനിക്ക് തോന്നുന്നു ആളുകൾ കൂടുതൽ അടുക്കും നമ്മളായിട്ട്, അല്ലാതെ ഭയങ്കര റഫായിട്ട് വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം അങ്ങനെ തോന്നും. ഇതെനിക്ക് തോന്നുന്നു തമാശ ആളുകളെ അടുപ്പിക്കാൻ ഒരു രസമുള്ള പരിപാടി. അപ്പം അന്ന് പോലെ തമാശയോട് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ അഭിനയത്തിലേക്ക് ഇങ്ങനെ ഒരു, കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്ത കാലത്തും അസിസ്റ്റ് ചെയ്ത കാലത്തും എല്ലാം നമ്മൾ ലെജൻസിനെ കണ്ടല്ലേ. നമ്മുടെ ഒരു 70 കാലഘട്ടങ്ങളിൽ ജനിച്ചവരെ പോലെ ഭാഗ്യവന്മാർ ഈ ലോകത്ത് ആരുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം റേഡിയോയുടെ കാലത്ത് ജനിച്ചു. ആ സമയത്ത് ആരൊക്കെ ഇവിടുത്തെ നമ്മൾ നടന്ന നസീർ അങ്ങനെയുള്ള ആൾക്കാരായിട്ടുണ്ട്. പിന്നീട് കാണുന്ന കുറേ നടന്മാർ ഇങ്ങോട്ട് വരികയല്ലേ. ഭരത് ഗോപി സാറ്, തിലകൻ സാറ്, തിരുവോട് വേണു സാർ, അമ്പിളിച്ചേട്ടൻ, ജയശ്രീകുമാർ, ഇന്നസെന്റ് ചേട്ടൻ, ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെ ഇവരെ കണ്ടല്ലേ നമ്മളിങ്ങോട്ട് ആയി വരുന്നത്. പിന്നെ എന്തെങ്കിലും ഇത്രയെങ്കിലും ആയില്ലെങ്കിൽ അത്ഭുതമുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം സർ. ഞാൻ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചാണ് സർ. അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരു ഡിബേറ്റ്സ് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തുറന്ന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വർഷത്തെ സിനിമാക്കാർ കേസ് കൊടുക്കുന്നു, മറുവശത്ത് അവർ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇതിൽ സാർ എവിടെയാണ് നിൽക്കുന്നത്? സാറിൻ്റെ ഒരു വീക്ഷണം എന്താണ് ഇതിനെപ്പറ്റി? ഇത് സിനിമയെ നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ ബാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത്. ഈ നിരൂപണം എനിക്ക് തോന്നുന്നു നമ്മൾ ഞാൻ പറയാം, എന്നെ സിനിമ കണ്ട് അഭിനയിച്ചിട്ട് അവരെ ഇന്ന സാധനം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, അവിടെ അത് റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ ഒന്ന് കുറയ്ക്കണം, അങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ സിനിമ ഞാൻ ഡയറക്റ്റ് സിനിമ കണ്ടിട്ട് ആ സെക്കൻഡ് ഹാഫ് കുഴപ്പമായിരുന്നു, അതല്ല അങ്ങനെ പറയാറുണ്ട്. അത് പറയണം, അത് പറഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഈ നിരൂപണം ആക്രമണമാകരുത്. പിന്നെ നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മളൊരു നല്ല വാക്കുകളിലൂടെ നല്ല രീതിയിലൂടെ, അല്ലാതെ പരിഹസിച്ചുകൊണ്ട് വേറെ പേരുകളുണ്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരുമാതിരി ബോഡി ഷേമിങ് നടത്തിക്കൊണ്ടൊക്കെ ഒരാളൊരു സിനിമ എടുത്താണോ അയാളുടെ തെറ്റ്? അയാൾ ഈ പടം നന്നാണെന്ന് ഓർത്തിട്ടായിരിക്കും എടുത്തേക്കുന്നത്. അങ്ങനത്തെ ആക്രമണങ്ങളും സിനിമയെ ഒട്ടും ഹെൽപ്പ് ചെയ്യാത്ത രീതിയിലുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള നിരൂപണങ്ങൾ ഒഴിവാക്കണം. പക്ഷേ
ഹെൽത്തി ആയിട്ടുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളും ഇവിടെ ഉണ്ടാകുകയും വേണം. അത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പെട്ടതാണ്. തീർച്ചയായിട്ടും ഉണ്ടാകാൻ വേണം. അതൊന്നും ഇല്ലാതാക്കാൻ ആർക്കും കഴിയുകയില്ല. അതിവിടെ വേണം. നാളെ എൻ്റെ തീരുമാനം വിമർശിക്കുകയും വേണം, നല്ലത് പറയുകയും ചെയ്താൽ സന്തോഷം. സർ, നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി ഒരുപാട് ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ പറയുന്നത് തമാശകളുടെ ഇതിലാണ്. അപ്പം മുന്നേ നമ്മൾ കേട്ടിരിച്ച പല തമാശകളും ഇപ്പോൾ വലിച്ചു കീറി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ സാറിന് ഈ ഒരു കാര്യത്തിൽ എന്താ പറയുന്നത്? ഇതൊന്നും ബോധപൂർവ്വം ചെയ്തില്ല. അന്നേപ്പം ചിരിപ്പിക്കാൻ വേണ്ടിയോ അന്നേപ്പുറത്തേക്ക് വേണ്ടിയോ പറയുന്നതാണ്. പിന്നെ ഇതൊക്കെ അങ്ങ് ഞാൻ പറഞ്ഞത് വലിയ ഇഷ്യൂ ആക്കി വെറുതെ കയറി അങ്ങ് ഭയങ്കര പ്രശ്നമാക്കി അതിനെ ഇത് ചെയ്ത് ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈയിടെ ഒരു സിനിമ സെൻസർ ചെയ്യാൻ പോയി. അതിനകത്ത് ഒറ്റ ഡയലോഗുണ്ട്, കഞ്ചാവ് എന്നൊരു ഡയലോഗുണ്ട്. കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു സെൻസർ ബോർഡ്. പിന്നെ എങ്ങനെ സിനിമ എടുക്കുന്നത്? കഞ്ചാവെന്ന് പറയാൻ പാടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് അംഗങ്ങൾ കുറേ പേര് അതിനെ എതിർക്കുകയും ഏതായാലും ഈ ലോകം മുഴുവൻ കഞ്ചാവ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കഞ്ചാവെന്ന് വാക്ക് പറയാൻ പാടില്ല. അതൊക്കെ അതുകൊണ്ട് നമ്മുടെ നാട് നന്നാവുമോ? പണ്ടോട്ട് സിനിമകൾ കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. പക്ഷേ ഇതൊരു കരിയറായിട്ട് എടുക്കാമെന്നുള്ള ഒരു തീരുമാനം എപ്പോഴായിരുന്നു എടുത്തത്? ഇനി പുതിയതായിട്ട് സിനിമയിലേക്ക് വരുന്നവരോട് എങ്ങനെയായിരിക്കും പറയുന്നത്? നമ്മൾ സിനിമ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. സിനിമയിൽ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ. ഇപ്പം എനിക്ക് സിനിമയിൽ ഏറ്റവും ഒരു 80 കാലഘട്ടം, എനിക്കൊരു 9 വയസ്സുള്ള 10 വയസ്സുള്ള സമയത്തൊക്കെ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സിനിമയ്ക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് പറ്റിയ ആളുകളെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. ആൽക്കമിസ്റ്റിൽ പറഞ്ഞ പോലെ പ്രകൃതി പോലും അനുകൂലം ആകുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സിനിമ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പരിചയമുള്ള ജസ്മിൻ ആങ്ങളെ ജോകൂട്ടനാണ്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാണുകയാണ് ഒരു ക്രിസ്മസ് രാത്രി. എന്നോട് ചോദിക്കുകയാണ്, അന്തോണിച്ചേട്ടൻ്റെ മോനില്ലേ? ഞാൻ പറഞ്ഞു അതെ. നീ അങ്ങ് വളർന്നല്ലോടാ? ഞാൻ പറഞ്ഞില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിറ്റി. ഓക്കെ. അങ്ങനെ പുള്ളിയെ വല്ലപ്പോഴും കാണും. അപ്പം ഞാൻ കണ്ട സിനിമകളെ കുറിച്ച് പറയും. പുള്ളി കെ ജി ജോർജ് സാറിനോട് ഈ മനോഹരതയിലും പറയും രാപ്പാടികളുടെ ഗാഥയും മറ്റേ ശശികുമാർ സാറിനോട് കൽപ്പവൃഷം അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അന്നത്തെ സാഹചര്യം കൊണ്ടൊരു സിനിമ പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അന്നത് പൂർത്തിയാക്കാൻ കഴിയാതെ പുള്ളിക്ക് ബിസിനസ്സിലേക്ക് തിരിയേണ്ടി വന്നു. ആ പുള്ളി എന്നെ കണ്ടപ്പോൾ എന്നെ കുറച്ച് നാൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നിലൂടെ പുള്ളിയെ കണ്ടു. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ മദ്രാസിന് കൊണ്ടുപോകാം, അവസരം വരട്ടെ, ഞാൻ സിനിമയിൽ അവിടെ കൊണ്ടുവന്നിട്ട് നിനക്ക് സിനിമയിൽ എനിക്ക് ഞാൻ അവസരം വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. അത് സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഡയറക്ടറായത്. ഞാൻ അങ്ങോട്ട് മദ്രാസ് മേഖലയിൽ പോകുന്ന സമയത്ത് അപ്പോൾ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. എവിടെയെങ്കിലും പോയി അന്നേപ്പം കഴിയുന്ന ഒരു ജോലി. ഇവിടുന്ന് അവനൊന്ന് പോയി, കാരണം ഇച്ചിരി ഉഴപ്പൊക്കെ ഉണ്ട്, ഇന്നും സിനിമയ്ക്ക് പോകുമ്പോൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അവന് പോയി എങ്ങനെയൊന്നും രക്ഷപ്പെട്ട് കിട്ടി എന്തെങ്കിലുമായിട്ട് ഒന്ന് ജീവിച്ചു പോയാൽ മതി, അത്രയേ ഉള്ളൂ. ഈ ഓൺ ദി വേ എന്നോട് ട്രെയിനിൽ വെച്ച് മദ്രാസ് മേഖലയിൽ വെച്ചിട്ടാണ് ജോബുട്ടൻ പറയുന്നത്, നീ ഏതെങ്കിലും ഡയറക്ടറോട് നിന്നെ ഞാൻ അസിസ്റ്റ് ചെയ്യിക്കാൻ അപ്രന്റീസായിട്ട് നിർത്താം, ഭാവിയിൽ നീ അസിസ്റ്റന്റ് ഡയറക്ടറാവും, വീണ്ടും നീ പിന്നെ ഡയറക്ടറാവും, അത് കഴിയുമ്പോൾ ഡയറക്ടറാവെന്ന് പറഞ്ഞു. പുള്ളിയുടെ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. എനിക്ക് ആഗ്രഹമുണ്ട് ഡയറക്ടറാണെന്നും അഭിനയിക്കണമെന്നും. പക്ഷേ ഒരാളോട് ചോദിക്കാൻ നമുക്കുള്ള ഡെലിക്കസി ഉണ്ടല്ലോ, ചോദിക്കാതെ തന്നെ പുള്ളി ഇങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ സിനിമയിൽ വരുന്നവരോട് പറയാനുള്ള ഒരു കാര്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെ, ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക. കാരണം ഒരു സിനിമ നമുക്ക് അവസരം ചെയ്യാൻ അവസരം കിട്ടില്ല, ആ സിനിമ വിജയിക്കുക എന്നുള്ള ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമാണ്. കാരണം ഒരുപാട് പേരുണ്ട് ഇപ്പം. അപ്പം ഒരു സിനിമ വീണാൽ പിന്നെ ഒരു സിനിമ കിട്ടുന്ന വലിയ പാടാണ്. അപ്പം നമ്മൾ വിജയവും പരാജയമൊക്കെ സംഭവിക്കാം. പക്ഷേ നമുക്ക് വിജയിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ അധ്വാനിക്കുക, മാക്സിമം എഫർട്ട് എടുക്കുക. നമ്മൾ കുറുക്കുവഴിയിലൂടെ ഒന്നും നേടിക്കൊണ്ട് ഒന്നും നേടാനും പോകുന്നില്ല. നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ മീഡിയ സമീപിക്കുക, നന്നായി ചെയ്യാൻ ശ്രമിക്കുക, നല്ല ആളുകളെ കൂടെ നിർത്തുക, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ തന്നെ വലിയ കാര്യങ്ങളുണ്ടാവും. ഈ ജയിലറും ലിയോയും അഴിഞ്ഞാടുന്ന കാലമാണല്ലോ ഇപ്പോൾ ഇവിടെ. രജനീകാന്തിൻ്റെ ജയിലർ, വിജയൻ്റെ ലിയോ. അവിടെ ഒറ്റ എന്ന് പറഞ്ഞ റസൂൽ പൂക്കുട്ടിയുടെ പടം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഓസ്കാർ വിന്നർ അദ്ദേഹം. വാട്ട് ഹാപ്പൻ ടു ദ കമ്മ്യൂണിറ്റി? നമ്മുടെ സമൂഹത്തിന് എന്നാ പറ്റിയത്? ഞാൻ രജനീകാന്തിൻ്റെ വലിയൊരു ഫാനാണ്. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും, അതുപോലെ എനിക്കിഷ്ടമാണ്. കാരണം 80 ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹം കമലഹാസൻ്റെ, ജയസാറാണ് തന്നെയാണ് എനിക്ക് ഏറ്റവും
എൻ്റെ അൾട്ടിമേറ്റ്. അപ്പം അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരിസ്മ, അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റൈല്, അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഒരു ഓഡിയൻസ്, അതൊരു വേറെ ലെവലാണ്. ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ, ലോകത്തിലെ തന്നെ നമ്പർ 1 സൂപ്പർ സ്റ്റാർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പടവും ഒറ്റയായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താതിരിക്കുന്നതാണ് നല്ലത്. ഒറ്റ എനിക്ക് തോന്നുന്നു, ഒറ്റ. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ആ പടം കണ്ടില്ല, റസൂൽ പൂക്കുട്ടി സാറിൻ്റെ ആ സിനിമ ഞാൻ കണ്ടില്ല. എന്തായാലും ആ സിനിമ സാങ്കേതിക പ്രവർത്തകർ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അപ്പോൾ സിനിമയെ പഠിക്കുന്നവർ കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമ്മൾ ഈ ഓടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ കച്ചവടപരമായി എടുക്കുന്ന സിനിമയ്ക്കൊപ്പം ചെറിയ സിനിമകൾ, ഇപ്പം ഞാൻ നന്നായിട്ട് അഭിനയിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അനുരാഗം. കണ്ടാണല്ലോ അനുരാഗം? അനുരാഗം ഇറങ്ങുന്നു ആ ദിവസം തന്നെ 2018 ഒരു സിനിമ ഇറങ്ങുന്നു. വെള്ളപ്പൊക്കത്തിനും വലിയ വെള്ളപ്പൊക്കം എനിക്ക് പറ്റിയത്. അനുരാഗം പോയിട്ട് ഒരു സാധനത്തെ പിന്നെ കണ്ടില്ല. അപ്പം അങ്ങനെ ചില ഇത് വരും. എനിക്ക് തോന്നുന്നു ഈ എന്തൊക്കെ പറയുക, ഒറ്റ എന്ന സിനിമ കാണേണ്ട ആളുകൾ മുഴുവൻ ആ സിനിമ കണ്ടിരിക്കും. അത് തിയേറ്ററിൽ വന്ന് കാണുമോ പിന്നീട് OTT കാണുമോ എന്നുള്ളത് പിന്നീട് പറയേണ്ട കാര്യമാണ്. അതിന് എന്തൊക്കെ പറയാനും റസൂൽ പൂക്കുട്ടി സാറിൻ്റെ എഫർട്ടിന് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ആ സിനിമ കണ്ടിരിക്കും. അത് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രേക്ഷകർ ഞാൻ പറഞ്ഞല്ലോ, അവർ എൻ്റർടൈൻമെൻറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ പലയിടത്ത് റിലീസാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ ജോലി ചെയ്യുന്ന തമിഴ് സഹോദരങ്ങൾ, അവരുടെയൊക്കെ പറ്റി നാളെ ഈ പടം പോകണം, അത് വന്ന് അവർ ഹരമായിട്ട് കണ്ടേക്കില്ല. അപ്പോൾ അവരതിന് പോകും. പിന്നെ ഓഡിയൻസിനെ നമ്മൾ അങ്ങനെ കരുതിയിട്ടോ അല്ലെ അവരെ തെറ്റിദ്ധരിച്ചിട്ടോ കാര്യമില്ല. എല്ലാ പടത്തിനും എനിക്ക് തോന്നുന്നു അവർ അർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലം തന്നെ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. സാറേ, സർ നമസ്കാരം. സർ എനിക്ക് ചോദിക്കാനുള്ളത്, സാറിൻ്റെ ജീവിതത്തിലെ തുടക്കത്തെ ഏതൊരു പോയിന്റിലാണ് സാറിന് ഞാനൊരു സിനിമാക്കാരനായി എന്നുള്ള റിയലൈസേഷൻ വരുന്നത്? അങ്ങനെ ഏതൊരു പോയിന്റ്? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം നമ്മുടെ പേര് സംവിധാന സഹായികളൊക്കെ വരുമ്പോൾ കിട്ടും കേട്ടോ. പിന്നീട് നമ്മൾ ആദ്യം തോന്നിയത് CD മൂസ ശ്രീകുമാർ തിയേറ്ററിലിരുന്ന തിരുവനന്തപുരത്ത് സംവിധാനം ജോണി ആന്റണി എന്ന് കണ്ടപ്പോഴാണ് നമുക്കൊരു ഞാൻ സിനിമാക്കാരൻ ഒരു ഉറപ്പ്. പിന്നെ ഊടെയും കൂടെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഉറപ്പിച്ചു. ഹലോ സാർ പറഞ്ഞു, സാറിന് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സാറിന് പോലെ ഒരു അപകർഷതാബോധം ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. സാറിന് എപ്പോഴെങ്കിലും ഒരു വാശി തോന്നിയിട്ടുണ്ടോ ഈ പറയുന്ന കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് കാണുന്ന തരത്തിലുള്ള ഒരു സിനിമ ചെയ്യണം, അല്ലെ അങ്ങനെ ഒന്ന് ചെയ്തേക്കാം എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എൻ്റെ രീതിയിൽ സീരിയസ് ആയിട്ടുള്ള 2 സിനിമകൾ എന്ന് പറയുന്ന സിനിമകളാണ്. ഒന്ന് സൈക്കിള്, ഞങ്ങൾ 5 പേരോട് ഞാൻ നിർമ്മാതാപത്തിൽ പങ്കാളിയായിരുന്നു. ആ സിനിമ ഓടിയോ എന്ന് ചോദിച്ചാൽ ഓടി, പക്ഷെ ഞങ്ങൾക്ക് പൈസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കടങ്ങളും പ്രശ്നങ്ങളും ആ സിനിമ വരുത്തി വെച്ചു. പിന്നീട് ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ട് സിനിമ ചെയ്തതാണ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. മാസ്റ്റേഴ്സ് ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത സിനിമ. ഈ 2 സിനിമകളാണ് എൻ്റെ ജീവിതത്തിൽ ഒന്ന് സീരിയസ് ആയിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനിമ. അല്ലാതെ പിന്നെ എനിക്ക് വലിയ ഗൗരവപരമായ വിഷയങ്ങളും അങ്ങനെ ഒരുപാട് എന്നിലൊരു ലോ ക്ലാസ് ഒരു സാധാരണക്കാരൻ എന്നുകൊണ്ട് എനിക്ക് അങ്ങനത്തെ അതിന് അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നോക്കട്ടെ, അങ്ങോട്ട് യാത്രയിൽ വല്ലതും ബുദ്ധിയെല്ലാം വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് വരാം. ഇപ്പം തലയിറക്കി ചെയ്യുന്നതല്ല ഇഷ്ടം, അങ്ങനെ പോകുന്ന ഇഷ്ടം. സാർ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ചോദ്യം ഇവിടെ 10ഓളം സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് പോകുന്നു. അതിൽ ഏറ്റവും ഫേവററ്റ് ഏതാണെന്ന് പറയാൻ പറ്റും? ഏറ്റവും ഫേവററ്റ് ആയിട്ട് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ ചോദ്യം, ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയൊരു പടമുണ്ട്. 3ാമത്തെ ചോദ്യം, മറ്റ് സംവിധായകർ ചെയ്തെങ്കിലും പടം അല്ലെങ്കിൽ മറ്റൊരു ചിത്രം അത് ഞാൻ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ചിത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ 10 സിനിമകളിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം നമ്മുടെ മക്കളാണ്. നമ്മളൊരു സിനിമ അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റിയതല്ല, നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന. എങ്കിലും എനിക്ക് CD മൂസയോടും താപ്പാനയോടും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നാണ് പിന്നെ ചെയ്ത് വേണ്ടെന്ന് വെക്കാമായിരുന്നു. അങ്ങനത്തെ 1-2 സിനിമകളുണ്ട്, പക്ഷെ ഞാനത് പറയില്ല. അത് നമ്മുടെ
മക്കളുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവരെ വേണ്ടെന്ന് വെക്കാരെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ആരാ മക്കൾ പിന്നെ ആളുണ്ടെന്ന് പറയാൻ പറ്റും എന്ന് പറഞ്ഞത് അത് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് മറ്റൊരാൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു തോന്നിയ അങ്ങനത്തെ കണ്ണനറിയാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തോന്നലില്ല. പക്ഷെ നമുക്ക് കൊതി തോന്നിയിട്ടുണ്ട് ഇത്രയും ഭംഗിയായിട്ട്. ഇപ്പം പ്രിയൻ സാറിൻ്റെ സിനിമകൾ, ഇപ്പോൾ പിന്നെ മറ്റേ നമ്മുടെ ആ കാലഘട്ടത്തിൽ നമ്മൾ ജോർജ് സാറിൻ്റെ സിനിമകൾ, ഐവിഷ് സാറിൻ്റെ സിനിമകൾ, ജോർജ് സാറിൻ്റെ സിനിമകൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നിയിട്ട് എന്ത് രസമായിട്ട് ഒരു ഫിലിം മേക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് പടം അതുപോലെ ഒരുപാട് എഴുത്തുകാരെ അവരുടെ പടങ്ങൾ. ഐവിഷ് സാർ തന്നെ, MD സാറ്, അതുപോലെ തന്നെ പന്മനാഭൻ സാറ്, അതുപോലെ ദാമോദരൻ മാസ്റ്റർ, ഇത്ര റൈറ്റേഴ്സിനെ ഉപയോഗിച്ച സംവിധായകനാണ്. അപ്പോൾ ഈ ജോർജ് സാർ ആലോചിച്ച് നോക്കി അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴും ആന്റണി ചെയ്തിട്ട് നിൽക്കുക. അപ്പോൾ ഇപ്പോഴും അടുത്ത ഹിറ്റിന് വേണ്ടി നിൽക്കുക പുള്ളി. അപ്പോൾ അന്ന് പറയുന്ന സത്യനന്ദിക്കാട് സാറ്, അപ്പോൾ ഇന്നൊക്കെ പറയുന്ന അന്ന് മുതൽ ഇന്ന് ഹരിഹരൻ സാറ്, ഹരിഹരൻ സാർ എനിക്ക് തോന്നുന്നു എപ്പോഴും നോക്കി ഇനി ഒരു ഇപ്പോൾ ഒരു പരസ്യരാജയ്ക്ക് ശേഷം ഒരു പരസ്യരാജയ്ക്ക് വേണ്ടി മലയാള ഇൻഡസ്ട്രി വെയിറ്റിംഗ്. അത് അങ്ങനെ ഒരു പരസ്യരാജ ഉണ്ടാക്കാൻ പുള്ളിയെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറയുന്ന ആളുകളുണ്ട് നമുക്കിവിടെ, ലെജൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആദരവോടെ കാണുന്നു. അവരൊക്കെ വല്ലപ്പോഴും പടം എടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പം ആ നടനായതുകൊണ്ട് നമ്മൾ അവരുടെയൊക്കെ ഒരു ഗോൾ വരെ ഞാനിങ്ങനെ നോക്കും. കമൽ സാറിൻ്റെ പടത്തിൽ ഞാനിങ്ങനെ അഭിനയിച്ചു, ഭയങ്കര സന്തോഷം തോന്നി. ആ പടത്തിൻ്റെ പേര് വിവേകാനന്ദൻ വൈറലാണെന്നാണ്. നമ്മൾ ഷൈൻ ടോം ചാക്കോ ആണ്. നല്ല റോഗാണ്. ജനുവരിയിൽ ആ പടം ഇറങ്ങും. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടേക്കണേ. എനിക്ക് മോനെ കാണുമ്പോൾ ജോക്കുട്ടനെയാണ് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, ആൻറ്റി ജോക്കുട്ടൻ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ചങ്ങ കൂട്ടിപ്പോയി. പക്ഷെ മോനെ കിട്ടിയത് ജോക്കുട്ടനിൽ നിന്നും കിട്ടിയത് എനിക്കത് പറയാൻ ഞാൻ ധൈര്യത്തോടെ പറയുക, ആ എളിമ, ഹ്യൂമിലിറ്റി, അവൻ്റെ ബ്ലെസ്സിങ്, അതുപോലെ തന്നെ മോൻ്റെ ഓരോ സംസാരത്തിലും എല്ലാം മോൻ ഒരു മൊറാലിറ്റി കൊണ്ടുവരും. മോൻ്റെ വിശ്വാസം, അത് ഞാൻ ഓർക്കുക. മോൻ്റെ അപ്പനും അമ്മച്ചിയും നമ്മൾ കൊച്ചുനാളിൽ പോകുന്ന സിനിമ കാണാൻ പോകുന്നതൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു മോനെ. സാർ നമസ്കാരം. എൻ്റെ പേര് രതീഷ്. ഇത് മലയാള അധ്യാപകനാണ്. ഒരു സംവിധായകൻ എന്ന നിലയിലാണോ ഇപ്പോൾ സാർ ഒരുപാട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അഭിനേതാവാണ്. ഇതിൽ സാർ ആദ്യം പറഞ്ഞു ഒരു സിനിമാക്കാരനാണുള്ള സാറിൻ്റെ അതേ ആഗ്രഹത്തെ പറ്റി പറഞ്ഞു. ഇപ്പോൾ സാറ് സംവിധായകനാണ്, നടനാണ്. ഈ രണ്ട് തലത്തിൽ നിൽക്കുമ്പോൾ സാറ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഏതിലായിരിക്കും? സിനിമയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാലാണ് സന്തോഷം. അത് സംവിധായകനായിട്ടായാലും നടനായിട്ടായാലും സന്തോഷം. സംവിധാനം കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരു അധ്വാനമുണ്ട്. ഒരു കഥ കണ്ടെത്തി ഒരു എഴുത്തുകാരനെ കൊണ്ട് സ്ക്രിപ്റ്റാക്കി ആ സ്ക്രിപ്റ്റ് വീണ്ടും ഒരു ഹീറോയോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലൈറ്റ് വാങ്ങി അതിനുശേഷം ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി അത് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് അത് വിജയിപ്പിക്കുന്നതോട് വരെ സംവിധായകൻ കൂടെ നിൽക്കണം. മറ്റേന്ന് പറഞ്ഞാൽ ഒരു സംവിധായകൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ചെല്ലുന്നു, സീൻ പറയുന്നു, ഇങ്ങനെ അഭിനയിക്കണമെന്ന് പറഞ്ഞു, അയാൾ തിരുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരുത്തപ്പെടുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ട്, നമ്മൾ നല്ല ഒരു സദ്യ ഉണ്ടാക്കുന്ന ആളാണ്, എന്നിട്ട് ഒരാളാണ് സംവിധായകൻ. പോയി കഴിച്ചിട്ട് പോരുന്ന ആളുകളാണ് നടന്മാർ. പ്രത്യേകിച്ച് ഒന്നും അറിയണം, അവിടെ ചെന്ന് എന്തെങ്കിലും കഴിച്ച് എന്നാൽ ശരി ബാക്കി ഉണ്ടാക്കണം, ഇത് ചെയ്യണം എന്ന് പറയില്ല എന്ന് പറഞ്ഞൊരു വ്യത്യാസമുണ്ട്. പിന്നെ സംവിധാനമാണ് നമുക്കൊരു സന്തോഷം. കാരണം നമ്മൾ മനസ്സിൽ കണ്ട സാധനം എടുത്തു, ആളുകൾ ഗംഭീരമായിരിക്കും എന്ന് പറയുന്നു, ഇത്ര ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്നു, അഭിനയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സംവിധാനത്തിന് വേറെ ലഹരിയുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അഭിനയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ അടുത്ത കാലത്ത് ഇത്രയും ചിരിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു. താങ്കളുടെ ഒരുപാട് സംവിധാനം പറയുന്ന CD മൂസ എന്ന് പറയുന്ന പല ഒരുപാട് പേർക്ക് രണ്ടാമത് ഇറക്കണമെന്ന് ഇതിൻ്റെ യോജിക്കുന്നുണ്ടല്ലോ. പക്ഷെ രണ്ടാമത് ഇറക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം എനിക്ക് ആ പടത്തെ പറ്റി വലിയ നല്ല അഭിപ്രായമില്ല. അതൊരു നല്ല സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാനിങ്ങനെ പറഞ്ഞെങ്കിൽ 10,000-കണക്കിന് ആളുകൾ അത് ഇടിച്ച് കയറി കാണുമായിരിക്കും, രണ്ടാമത് ഇറക്കുകയാണെങ്കിൽ കാണുമായിരിക്കും. പക്ഷെ അതിനോട് എനിക്ക് വെക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ താങ്കൾ ഒരു നല്ല സിനിമ ഇറക്കണം, നടനെന്ന നല്ല സിനിമ.
നല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് സമ്മതിക്കാത്ത. പിന്നെ സാർ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു, ബാക്കി പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ഞാൻ ചോദിച്ചു 10 പടങ്ങൾ താങ്കൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അതിന് മുമ്പ് സഹസംവിധായകനായി അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരുപാട് പറയും. 35 പടങ്ങളിൽ താങ്കൾ അഭിനയിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ പറയുന്നത് 100-ൽ പരമായെന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിച്ച് കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ താങ്കൾ ഒരു 100 വയസ്സിലെങ്കിലും ജീവിച്ചിരിക്കേണ്ടത്. അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാറേ, ഞാൻ ഒരുപാട് വലിയ ഇത് സാറേ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു അവസരം. എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ മതില്ലേ, ഇപ്പം ഷൂട്ടിങ് വിളിച്ചാൽ പോകും. ഞാൻ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത് എൻ്റെ സെറ്റിലാണ്, അഭിനയിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര കാര്യം. നമ്മൾ ഇത്രയും ആഗ്രഹിച്ച് മോഹിച്ച് സിനിമയിലെത്തിയിട്ട് സിനിമ എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? ഞാൻ കണ്ടത് മമ്മൂക്കയുടെ ഒക്കെ ഒരു ആർത്തി, ഒരാഗ്രഹം കണ്ടല്ലോ ഇപ്പോഴും ദില്ലെന്നല്ല നിൽക്കുന്നത്. അത് കണ്ട് ഞാനായിട്ടുണ്ട് കണ്ട് വരുന്നില്ല. പിന്നെയാണോ നമ്മൾ. പിന്നെ സാറ് പറഞ്ഞതുപോലെ നല്ലൊരു സിനിമ എൻ്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. അതെന്തായാലും ഈ യാത്രക്കിടയിൽ എവിടെ വെച്ചെങ്കിലും അത് ഞാൻ സാക്ഷാത്കരിക്കും. തീർച്ചയായിട്ടും ഞാൻ സാറിനെ അന്ന് നമുക്ക് നേരിട്ട് കാണാം. താങ്ക് യു. സാർ നമ്മളിപ്പോൾ ടി വി കാണുവാണെങ്കിൽ അവിടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ പോലും അവിടെ പോസ് ചെയ്യുന്ന ഒരു സാധനമാണ് CD മൂസ. അതൊരു എൻ്റർടൈൻമെൻറ്റ് വിപ്ലവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഇനിയൊരു പഴശ്ശിരാജ വരുമ്പോൾ അത് ഹരിഹരൻ സാറിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു ഇനിയൊരു CD മൂസ ഒരു എൻ്റർടൈൻമെൻറ്റ് വിപ്ലവം വരണമെങ്കിൽ അത് സാറിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. CD മൂസ 2 ഞാൻ ഇപ്പം സാർ പറഞ്ഞല്ലോ CD മൂസ 2 വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതേപോലൊരു മാസ് എൻ്റർടൈൻമെൻറ്റ്, ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് സാറിന് പ്രതീക്ഷിക്കുന്നു. അത് ഇനി എന്നുണ്ടാവും. അതായത് ഈ മൂസ എന്ന് പറഞ്ഞ സിനിമ കഥയാവുന്നത് ഒരു ഡോക്ടറേനുള്ള കഥയിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത്. ഒരു ഡോക്ടറേനുള്ള ക്യാരക്ടർ ഇത് ഓർഡറാകുന്നു, സീൻ ഓർഡറാകുന്നു. ആകുന്ന സമയത്ത് ഞാൻ അന്നത്തെ സംവിധാനം റാഫി മക്കാട്ടിനും ലാൽ ജോസും അവർ ഓർഡർ കേൾക്കുന്നു. എൻ്റെ ദിലീപിൻ്റെ ഫ്രണ്ട്സാണ്. കേട്ടിട്ട് എന്നോട് ദിലീപ് രണ്ടുപേരും ചോദിച്ചത് ഒരാദ്യത്തെ സിനിമ എന്നുള്ളതിൽ ഇത് ചെയ്യാൻ എങ്ങനെ പറ്റും, നിനക്ക് സാധിക്കുമെന്ന് അതിൻ്റെ വിശ്വാസം, എന്ത് ഹെവിയാണിത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പം ഞാൻ ഭീരുത്വം കാണിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സംവിധായകനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും നോക്കാനില്ല, ഡു ഓർ ഡൈ, ഞാൻ മരിച്ച് പണിയെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അധ്വാനം. ആ പ്രായം 30 വയസ്സാണ്. 30 വയസ്സ് കഴിഞ്ഞ് ജസ്റ്റ് ആ സമയത്താണ്, 30 വയസ്സ് കഴിഞ്ഞാൽ 31 വയസ്സ്. ആ സമയത്താണ് മൂസ. ആ സമയത്ത് നമ്മുടെ എനർജി ആ 95 ദിവസം ഷൂട്ട് ചെയ്തു. 100-ാം ദിവസം പറഞ്ഞതാണ്. ഒരു ദിവസം പോലും എനിക്ക് 1 മണിക്കൂർ പോലും എവിടെയെങ്കിലും ചാഞ്ഞിരുന്ന് ഉറങ്ങുന്നതല്ലാതെ ഉറങ്ങിയിട്ടില്ല. അതുപോലെ അധ്വാനിച്ചു. പിന്നെ അതിനൊപ്പം എനിക്കിപ്പം വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, ക്യാമറമാൻ സാലുവേട്ടനാണ്, സാലു ജോർജ്. ഞാൻ ഗുരുവിനായിട്ട് കാണുന്ന ആളാണ്. സണ്ണീവ് സാറിനൊക്കെ അറിയാം. സാലുവേട്ടൻ, എഡിറ്റർ രഞ്ജന പ്രഭ, മ്യൂസിക് വിദ്യാസാഗർ, പിന്നെ ഒപ്പം വർക്ക് ചെയ്ത എൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻസ്, മറ്റുള്ള ഗ്രൂപ്പ്, പിന്നെ എല്ലാത്തിലും എനിക്കൊപ്പം നിന്ന താരങ്ങൾ. ദിലീപായിരുന്നു നിർമ്മാതാവ്. അമ്പളിച്ചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു അനിയാന്ന് വിളിച്ചങ്ങ് നിൽക്കുക. അമ്പളിച്ചേട്ടൻ ആ മൂസ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു റിയാക്ഷൻ കൊടുത്തിട്ട് എല്ലാവരും ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ വിളിച്ചേട്ടന്ന് ഇത് അനിയന് സ്പെഷ്യലാണ്, അതാണ് വേറെ ആർക്കും ഞാൻ കൊടുക്കുകയില്ല, ഇത് അനിയന് അത്ര കാര്യമാണ്. ഒരു ഉണ്ണിയേട്ടൻ, ഒടുവിൽ ഉണ്ണിയേട്ടൻ, ക്യാപ്റ്റൻ അയച്ചേൻ, മുരളിച്ചേട്ടൻ, അത് ഇവർക്കൊക്കെ ഞാൻ അസോസിയേറ്റ് ആയിരുന്ന കാരണം ഞാനൊന്ന് ഡയറക്ടറായി കാണണമെന്ന് ആഗ്രഹിച്ചത്. ഈ അഗസ്റ്റേഷൻ ചേട്ടനായിരുന്നു, സെലിംകുമാർ, ഇവരെല്ലാം അങ്ങനത്തെ കുറേ ആർട്ടിസ്റ്റുകൾ എന്തിന് പുറത്തുനിന്ന് വന്ന ആശിഷ് വിദ്യാർത്ഥി വരെ, സരസക്സേന വരെ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി നിന്നവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും പിന്നെ ദിലീപിനെ പോലെ നിർമ്മാതാവും എല്ലാം കൂടെ ഒത്തു വന്നപ്പോഴാണ് പിന്നെ ആ പ്രായത്തിൻ്റെ ഒരു ഇതും. ഇനി മോശം ജോ ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്. പക്ഷെ അന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അന്ന് മോണിറ്റർ പോലും ഇല്ലായിരുന്നു ആ സിനിമ. ഇന്നെന്ന് പറഞ്ഞാൽ സ്പോട്ട് എഡിറ്റായി എങ്ങനെ വേണേൽ കാണാവുന്നതായി, ബാക്ക്ഗ്രൗണ്ട് വരെ മാറ്റി കാണിക്കും, ഏത് രീതിയിലുള്ള നമ്മുടെ ടേബിളിൻ്റെ മുന്നിലുണ്ട്. അന്ന് മോണിറ്ററില്ല. ക്യാമറമാനെ സാലുവേട്ടനാണ് എൻ്റെ കണ്ണുകൾ. സാലുവേട്ടനെ വിശ്വസിച്ച് ഓക്കെ സാലുവേട്ടാ എല്ലാ ഷോട്ടും പോയി നോക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഓക്കെ സാലുവേട്ട ഓക്കെ അല്ലേ, ഓക്കെ അടുത്തതാണ് പോവുക. ആ രീതിയിൽ പോയതാണ്. അപ്പോൾ ഇപ്പം ടെക്നോളജി വളർന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ലെജൻസ് ആർട്ടിസ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൂസയും ആ അർജുൻ എന്ന് പറഞ്ഞ ഡോഗും ഉണ്ടെങ്കിൽ എപ്പോൾ വേണേൽ 2 ഉണ്ടാവാം. പക്ഷെ ഗംഭീരമായ ഒരു ഓർഡർ ഈ കാലഘട്ടത്തിനനുസരിച്ച് വെർബലി അല്ലാതെയൊക്കെ ചിരിപ്പിക്കുന്ന ഗംഭീര തമാശകളും ആക്ഷൻ സീക്വൻസുകളും ഒരേപോലെ
ലിങ്കായി വന്നാൽ തീർച്ചയായിട്ടും മൂസയ്ക്ക് ഒരു രണ്ടാം ഭാവം ഉണ്ടാകും. സാർ, സാറിൻ്റെ ഒരു ബേസിലാണ് 2 ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഒത്തിരി നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ളൊരു സംവിധായകനാണ് സാർ. ഇപ്പോൾ സാറ് ഒത്തിരി പുതിയ സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ഒത്തിരി പുതിയ യങ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ, സാർ എങ്ങനെയാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെ സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ആദ്യത്തെ സംഭവം എനിക്കിപ്പോൾ 100 പടങ്ങളാകാൻ പോകുമെന്ന് പറഞ്ഞാൽ 50 ഡയറക്ടേഴ്സും പുതിയ ഡയറക്ടേഴ്സും 50 പേര്. അതായത് അനൂപ് സത്യനായാലും അതുപോലെ തന്നെ അരുൺ വൈകാർ, റോജി, അങ്ങനെ കുറേ പേര്. അപ്പോൾ നമ്മുടെ ജോൻ ജോ എടുത്ത അരുണ്, അങ്ങനെ കുറേ ആളുകളുണ്ട്. പിന്നെ ഇറങ്ങാൻ പോകുന്ന കുറേ പടങ്ങളൊക്കെ പുതിയ ഡയറക്ടേഴ്സാണ്. പുതിയ ഡയറക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഇപ്പോഴത്തെ നല്ലപോലെ സിനിമ കണ്ടുവരുന്നവരൊക്കെ തന്നെയാണ്. പിന്നെ ഇവരിപ്പോൾ എല്ലാം നല്ല രീതിയിൽ അവർ തന്നെ ഒരു സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ മിക്കവാറും ഡയറക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ പോലത്തെ ഗംഭീരമായ അങ്ങനത്തെ സീനുകളോ അങ്ങനത്തെ ഡയലോഗ്സോ അങ്ങനത്തെ മുഹൂർത്തങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു പരിപാടി. അത് തമാശ ഉണ്ടോ എന്ന് വെച്ചാൽ തമാശയുണ്ട്. അത് നമ്മൾ അതിനൊപ്പം നിന്ന് എന്തെങ്കിലും പൊലിപ്പിക്കാനുണ്ടെങ്കിൽ പൊലിപ്പിച്ച് അവരുടെ ഇഷ്ടത്തിനങ്ങ് പോയാൽ മതി. അത്യാവശ്യം നല്ല സിനിമകളായിട്ട് അത് വരുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അന്തർധാരം എന്തായാലും അങ്ങനെ ചിന്തിക്കാൻ പോയ കാര്യമില്ല. നമ്മൾ ചെല്ലുന്നു, അവർ പറയുന്ന പോലെ ബിഹേവ് ചെയ്യുന്നു, അവരെ ഹാപ്പിയാക്കി തിരിച്ചു പോരുന്നു. അതാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്, ഞാൻ ഈ മദ്രാസിൽ എന്നെ ജോബൂട്ടം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിനൊക്കെ ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. ഐവീശ് സാറ്, ഹരിഹരൻ സാറ്, ഒരുപാട് പേരൊക്കെ ചാൻസ് ചോദിച്ചു നമ്മൾ നടന്ന് ഇടപാട് തീർന്നിട്ടുണ്ട്. എല്ലാവരും അയ്യോ അടുത്ത പടത്തിൽ നാളെ വാ മറ്റന്നാൾ. അപ്പം ഒത്തിരി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ തുളസിദാസ് സാറിനോടാണ് എനിക്ക് ജോബൂട്ടം പറഞ്ഞിട്ട് എനിക്ക് വർക്ക് കിട്ടുന്നത്. സാറിനെങ്കിലും ചാൻസ് ചോദിച്ചു പോയി. അപ്പോൾ ഞാൻ ചിലർ വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഞാനൊരു ഇത് ചോദിക്കും. അതായത് ഫോണൊക്കെ ചെയ്തിട്ട്, സാറേ എങ്ങനെ നമുക്കൊരു അസിസ്റ്റന്റ് ഡയറക്ടർ നിൽക്കണമല്ലോ, അങ്ങനെയുള്ളതാണ് ഞാൻ ജീവിതത്തിൽ വെക്കുക. ഇതിൻ്റെ ഒരു സ്ട്രെയിനും പെയിനും അറിയുന്നത് എന്താ ആഗ്രഹിച്ച് വരുന്നവനായിരിക്കണം. അതായത് ഇഷ്ടപ്പെട്ട് വരുന്നവനായിരിക്കണം. എന്നാലേ വിലയുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് തോന്നും. എന്നോട് ഇന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരുവിധം പിള്ളേർക്ക് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്. അവരുടെ അടുത്ത് ഞാനിപ്പോൾ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൈപ്പുണ്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം തോന്നുന്ന മിടുക്കന്മാർ, കഷ്ടപ്പെടാൻ മനസ്സുള്ളവർ തോന്നുന്നവരെ ഞാൻ കൂടെ നിർത്താറുള്ളൂ. സർ, മലയാള സിനിമയുടെ ഭാവി, അതായത് കൺസേൺ ആയിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമ, അതായത് ഇപ്പം മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലിയോ സിനിമ റിലീസാവുക, പെട്ടെന്ന് തന്നെ മലയാളം ആ ഫിലിം ഓടിച്ച ആ ചിത്രങ്ങൾ മാറ്റിയിട്ട്, ഈ ചിത്രം മാറ്റിയിട്ട് അന്യഭാഷാ ചിത്രങ്ങളിലെ പടങ്ങൾ, അതിപ്പോൾ KGF-ൻ്റെ വരവ്, ജയിലർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ലിയോ, ഇതിൻ്റെയൊക്കെ വരവ് മലയാള സിനിമയെ ബാധിക്കുന്നുണ്ടോ? മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ടോ? സിനിമാ വ്യവസായം അവിടെയുണ്ട്, തിയേറ്ററിൻ്റെ ഒരു മാർക്കറ്റ് എന്ന രീതിയിൽ മാർക്കറ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മലയാളം എന്നൊരു സത്തയിൽ നിന്നുള്ള സിനിമകളെ ബാധിക്കുന്നുണ്ട്. ഈ വലിയ സിനിമകളുടെ ഒരു വരവ് എനിക്ക് തോന്നുന്നു ബാഹുബലി മുതലൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങോട്ട് ശക്തമായത്. അത്തരം സിനിമകൾ വന്ന് അതിനെ ഇഷ്ടപ്പെട്ട് അത് കാണാൻ വേണ്ടി മാത്രം ആളുകൾ, പിന്നീട് അതിന് KGF-ഉം ഇപ്പം രജനീകാന്ത്, വിജയ് അങ്ങനെയുള്ളവരുടെ പടങ്ങളും നമുക്കൊരിക്കലും ബഡ്ജറ്റ് കൊണ്ട് അവർക്കൊപ്പം എത്താൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ ഒരു മൊത്തം ഒരു പാൻ ഇന്ത്യൻ വാല്യൂ ഉള്ള താരങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ മലയാള സിനിമയും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ബഡ്ജറ്റിലേക്കും കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ OTT വന്നതോടുകൂടി നമ്മുടെ താരങ്ങൾക്കും ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ 100-150 കോടി രൂപയ്ക്കുള്ള മലയാള സിനിമകൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതിന് കാരണം അപ്പം സ്വാഭാവികമായിട്ട് അതെന്തുകൊണ്ടാണ് മറ്റുള്ള നാട്ടിൽ വരവേൽക്കപ്പെടുന്നതുകൊണ്ട് തന്നെയല്ലേ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു മേഖലയാണ് തിയേറ്ററിൽ. നമുക്കറിയാം, ഈ കൊറോണയ്ക്ക് മുമ്പ് മൾട്ടിപ്ലൈ എല്ലാവർക്കും തിയേറ്റർ തുടങ്ങാമെന്നുള്ള ലൈസൻസ് വന്നപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ലോൺ എടുത്തൊക്കെ തിയേറ്റർ തുടങ്ങി. ഒരു തിയേറ്റർ തുടങ്ങാമെന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോണ് അടയ്ക്കാൻ പറ്റും, കറണ്ട് ചാർജ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അങ്ങനെ തിയേറ്ററിൽ ആൾ കയറുന്ന സിനിമ വന്നാലേ
ഈ ബിസിനസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ പറയാം, ഒരു 20 പേരുള്ള ഞാൻ അഭിനയിച്ചൊരു പടത്തിനാണോ അതോ തിയേറ്റർ ഫുള്ളായിട്ട് ഓവർഫ്ലോ വരുന്ന ഒരു സ്റ്റാർ പടത്തിനാണോ അവർ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അതിനുശേഷമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്വയം എരിഞ്ഞുകൊണ്ട് നമ്മൾ മലയാള സിനിമ നന്നാവട്ടെന്ന് ചിന്തിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ അതില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ കാര്യം നല്ല സിനിമകളെടുത്ത് ഓടിക്കുക, നമ്മുടെ പ്രവൃത്തിയിലൂടെ തന്നെ ഉത്തരം കൊടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതൊക്കെ സിനിമ തുടങ്ങിയ കാലം പോലെയുള്ള ചോദ്യങ്ങളാണ്. മലയാള സിനിമ ഇത് ചെയ്യുന്നുണ്ടോ, മറ്റുള്ള സിനിമകൾക്ക് ബഹുമാനം കൂടുതൽ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ ഉത്തരം നമ്മൾ ആ ചോദ്യത്തിലും നടക്കുന്ന പ്രവൃത്തിയിലും തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്ത് മാക്സിമം വിജയം ഉണ്ടാക്കാൻ ശ്രമിക്കാം. അല്ല വിജയം കഴിഞ്ഞാൽ അവർ ജീവിച്ചു പോകുള്ളൂ നമ്മളില്ലെങ്കിലും അവർക്ക് അപ്പോൾ നമുക്ക് എങ്ങനെ നന്നാകാതെ ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും. സംവാദങ്ങൾ അവസാനിക്കുന്നില്ല, പക്ഷേ സമയം അതിക്രമിച്ചത് മൂലം പിന്നെ ഒരു കാര്യം കേട്ടോ, നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. സാർ പറഞ്ഞു ഹാർഡ് വർക്കിംഗ് ആണ് പറഞ്ഞു. അതേ സമയത്ത് എപ്പോഴെങ്കിലും ഫാമിലിന്നോ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ ഇത്ര കണ്ട് ഡെഡിക്കേറ്റഡ് ആവരുത്, ഇത്ര കണ്ട് ഹാർഡ് വർക്ക് ചെയ്യരുത്, കുറച്ചൊക്കെ ഹെൽത്തോ മറ്റു കാര്യങ്ങൾ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് സാർ കൊടുത്ത റെസ്പോണ്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ചുമ്മാ ഇരിക്കുന്ന ഒരുപാട് കാലമില്ലായിരുന്നു അവന്. ആ സംവിധാനം വേൾഡ് കപ്പ് പോരാ, ഒരു പടം കഴിഞ്ഞ് 4 കൊല്ലം എടുക്കില്ല അടുത്ത പടം. ഇയാൾ എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും പണി എടുത്താൽ മതിയെന്ന് വിചാരിക്കില്ല അവസരങ്ങൾ ഉണ്ടായിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പം എന്നോട് നല്ല വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു ഉപദേശിച്ച് എല്ലാവരും കൂടെ കൂട്ടുകാരും നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരും ഒക്കെ പറഞ്ഞ് എൻ്റെ ഒരു നല്ല കാർ മേടിച്ചു. കാരണം യാത്ര ഒരുപാടുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ എടുത്തു. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഉപദേശം പിന്നെ ഈ പറഞ്ഞ ഞാൻ പറയാം, അത്യാവശ്യം ചെറിയ ചെറിയ ദുശീലങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അത്യാവശ്യം 2 സ്മോളൊക്കെ അടിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉണ്ട്. അപ്പം ആരോഗ്യം പ്രശ്നം തന്നെയാണ്, പിന്നെ മാക്സിമം നോക്കുന്നുണ്ട്. ഒരു സന്തോഷത്തിന് അതുകൊണ്ട് വലിയ കുഴപ്പപ്പിടിച്ച് ജോലികളൊന്നും ഉണ്ടായില്ല. അതിൽ അങ്ങേറ്റം നന്ദി. ഒരു ഇതൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സണ്ണി ജോസഫ് സാറ് നമ്മൾ ഗുരുതുല്യനായിട്ട് കാണുന്ന ആളാണ്. എൻ്റെ സാലുവേട്ടൻ്റെയൊക്കെ ഏറെക്കുറെ സമകാലികമായിട്ടുള്ള ഞാൻ പറയും സാലു ജോർജ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിക്കാരനാണ്. അതേപോലെ തന്നെ CID മൂസയുടെ ക്യാമറമാൻ. അപ്പം അദ്ദേഹം ഇവരൊക്കെ ഒരേ കാലത്ത് സാർ അടയാറില്ലായിരുന്നോ? പൂനെയായിരുന്നു. സാലുവേട്ടൻ അടയാറായിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ടും ഇങ്ങനെ സന്തോഷം പോലെ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.